ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ചെസ് ബോർഡ് കേക്കാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കാണുമ്പോൾ ഭയങ്കര പാടായിട്ടൊക്കെ തോന്നും, പക്ഷേ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇതിന് വേണ്ടിയിട്ട് 2.25 കപ്പ് മൈദ, ഓയിൽ 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 2 കപ്പ്, ഉപ്പ് 1 നുള്ള്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1/4 കപ്പ്, പിന്നെ പാല് 1 കപ്പ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഓയിലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാര ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുമിച്ചിട്ടിട്ടാണെങ്കിൽ അങ്ങനെ യോജിപ്പിച്ചെടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, എന്നാലേ നന്നായിട്ട് വേഗം അലിഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. കൊക്കോ പൗഡർ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പകുതി ബാറ്ററിലേക്ക് മാത്രം മതി കൊക്കോ പൗഡർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തു വെച്ച പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പാല് കുറേശ്ശെ ചേർക്കുക, ഒരുമിച്ച് അങ്ങോട്ട് ആദ്യം തന്നെ ചേർക്കരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരേ അളവിൽ 2 പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്ത് വെച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കേക്ക് ടിൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ ഒരേ അളവിലുള്ള 2 പാത്രത്തിലാണ് ഞാൻ ചെയ്യണത്. അതേപോലത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നെ മറ്റേത് ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരു ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാനിലയുടെ ബാറ്ററും ഞാൻ വേറൊരു ടിന്നിലേക്ക് ഇതേ അളവിലുള്ളതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി കുക്കറിൽ കുറച്ച് ഉപ്പ് നിരത്തുക, എന്നിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അതിന് ശേഷം ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പാത്രം അതിൽ ഇറക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട്. 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുക. ഇപ്പോൾ നന്നായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്തിട്ട് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ 2 പ്ലേറ്റിൽ വെക്കുക. 2 കേക്കും നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കത് സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യണം. ഞാനിതുപോലെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്, അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ നൂല് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഒന്ന് വലിച്ചാൽ ഇത് കട്ടായി കിട്ടും. കണ്ട ഇതുപോലെ കിട്ടും. ഇത് 2 കേക്കും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 3 പീസാക്കണം. 2 കേക്കിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരേ മൂടി വെച്ചിട്ട്, മൂടിയോ എന്തുട്ടാണ് കട്ടറോ നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചെറിയ മൂടി വെച്ചിട്ട് ഒരു പീസും കൂടെയും കട്ട് ചെയ്യണം. 2 കേക്കിൽ നിന്നും ഇതുപോലെ തന്നെ ഈ പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചോക്ലേറ്റ് ലെയർ വെക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റേ വാനില ലെയർ വെക്കുക. അതേപോലെ ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ അത് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരേ ലെയർ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ ചെസ് ബോർഡ് പോലെ അതേപോലെ കിട്ടും ചെക്കായിട്ട്.
നമുക്ക് എത്ര ലെയർ വേണമെന്ന് വെച്ചാൽ അത്ര ലെയർ ആക്കാം. ഉള്ളിൽ ചോക്ലേറ്റ് സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ തേച്ചാൽ മതി. ഒരു നിർബന്ധവും ഇല്ല ചോക്ലേറ്റ് സിറപ്പ് തേക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പീസും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. ഞാൻ ഇവിടെ ബട്ടർ ക്രീമാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, സ്റ്റിഫ് ആവണ വരെ. അതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി കുറേശ്ശെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ഒന്ന് അരിച്ചിട്ട് എടുക്കണമായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഇങ്ങനെ തരി പോലെ ഉണ്ടാവും ക്രീമിൽ. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ വാനില എസൻസും കൂടെ ചേർക്കണം. പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക ക്രീം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ല ഇതിൽ കിട്ടും ക്രീം. ഇനി നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ക്രീം വെച്ചിട്ട് കേക്ക്. നമ്മളിടയിലൊന്നും ക്രീം തേക്കണില്ല, മുകളിലും സൈഡിലും മാത്രമാണ് തേക്കണത്. തേച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഇടയിൽ നിന്ന് ഓരോ പേപ്പർ എടുത്തു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ കുറച്ച് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പയിലൂടെ ഇതുപോലെ തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്തതിന് ശേഷം ഈ ഓരോ പേപ്പറും എടുത്ത് മാറ്റുക. ഇനി നമ്മൾ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ കൊക്കോ പൗഡർ ആക്കിയതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൊക്കോ പൗഡർ ഇതുപോലെ തട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെക്കായിട്ട് ഇത് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു നിർബന്ധവും ഇല്ല ഇതൊന്നും ചെയ്യണം എന്നുള്ളത്. കണ്ടില്ലേ, ഇപ്പം നല്ല ചെക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, ചെക്കായിട്ട് കിട്ടിയേക്കണ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.